ദീർഘനാളുകളുള്ള അധ്വാനവും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു കൺവെൻഷൻ ദൈവസഭ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ തർക്കമില്ല. പ്രിയരെ, ഈ യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ മഹത്തായ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ദേശം യേശുവിനെ അറിയുക, ദേശവാസികൾ ഈ ശബ്ദപരിധിയിൽ കർത്താവിനെ അറിയുക, യേശുവിൻ്റെ രക്ഷ, യേശു ആരെന്ന് മനസ്സിലാക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടെയാണ് ഈ യോഗം ക്രമീകരിക്കാനിടയായത്. ഇതുവരെ നമ്മൾ അനുഗ്രഹീതമായ ആത്മീയ ഗാനങ്ങൾ പാടുകയും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ദൈവവചന കേൾവിക്കായി നമ്മൾ ഒരുമിച്ച് ഒരുങ്ങുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പന്തന്റെ കീഴിലും ഈ അനുഗ്രഹീതമായ വേദിയിലുമായിരിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളും ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ കഴിയട്ടെ. ഈ രാത്രിയിൽ മഴയുടെ പ്രയാസങ്ങളൊക്കെ നമുക്കുണ്ട്. കാലാവസ്ഥകളൊന്നും കഴിഞ്ഞ രാത്രി നമുക്ക് അനുകൂലമല്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിലും ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. നമ്മോട് സംസാരിപ്പാൻ തികച്ചും പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത് കർത്താവിൻ്റെ ദാസനെ അയച്ചതോർത്ത് ഈ രാത്രി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥനയോടെ എല്ലാ ദൈവമക്കളും കരങ്ങളെ ചേർത്തടിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ തുടർന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുനിൽകുമാറിനെ ആദരവോടെ അവൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനം കേൾക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ഞാനിവിടെ ദൈവകൃപയിൽ ആശ്രയിച്ച് നിൽക്കുമ്പോൾ വേദിയിലായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ കർത്താവിൻ്റെ ദാസന്മാർക്കും സ്നേഹവും വന്ദനവും നന്ദി അറിയിക്കുന്നു. വിശേഷാൽ ഈ സുവിശേഷ യോഗത്തിന് ചുമല് കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് പാസ്റ്റർ സതീഷ് വിൽസൺ അവർകൾ, അതിലുപരിയായി പ്രാദേശികമായി സഭയിൽ ശുശ്രൂഷിച്ച് ഇങ്ങനെയൊരു യോഗത്തിന് വേണ്ടി വളരെ ഉത്സാഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത പാസ്റ്റർ സി ബാബു അവർകൾ, അദ്ദേഹത്തിൻ്റെ സഭയിലായിരിക്കുന്ന കൂട്ടു സഹോദരങ്ങൾ, എല്ലാവർക്കും പ്രാരംഭമായി സ്നേഹവും വന്ദനവും നന്ദി അറിയിക്കുകയാണ്. നല്ല ആത്മീയ ഗീതങ്ങൾ ആലപിച്ച കൊയർ ടീമിനും ശബ്ദം ക്രമീകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ സംവിധാനങ്ങൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും നന്ദി അറിയിക്കുന്നു. അവരുടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. നമ്മൾ ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ വായിച്ച് കേട്ടത്. ദൈവവചനത്തിന് വ്യത്യസ്തമായ മുഖങ്ങളുണ്ട്, വ്യത്യസ്തമായ പ്രവർത്തന രീതികളുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന സത്യവേദ പുസ്തകം എഴുതപ്പെട്ട ദൈവവചനമാണ്. ഭക്തനായ പൗലോസ് തിമോഥെയോസിന് എഴുതുന്ന 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങളിൽ എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സത്പ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ ദൈവവചനം, തിരുവെഴുത്ത് ദൈവശാസ്ത്രീയമാണ്, ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതാണ്. അതേപോലെ 2 പത്രോസ് 1-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കാമോ? 2 പത്രോസ് 1-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങൾ. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല,
ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അപ്പോൾ ഈ തിരുവെഴുത്തിലെ പ്രവചനങ്ങൾ, ദൈവവചനം, അത് പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് ദൈവഭക്തന്മാരായി എഴുതപ്പെട്ടതാണ്. അപ്പോൾ നാം കൊണ്ടു നടക്കുന്ന സത്യവേദ പുസ്തകം ദൈവത്തിൻ്റെ വചനമാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, മനുഷ്യരൂപമെടുത്ത വചനമാണ് സാക്ഷാൽ യേശുക്രിസ്തു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരമുളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ അങ്ങനെ ദൈവം, വചനമായിരുന്ന ദൈവം മനുഷ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്നതാണ് സാക്ഷാൽ യേശുക്രിസ്തു. ഓർക്കണമേ, യേശുക്രിസ്തു നമ്മെപ്പോലൊരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ച് അവിടുന്ന് ഭൂമിയിലേക്ക് എന്തിനു വേണ്ടി വന്നുവോ ആ ദൗത്യം നിവർത്തിച്ച ശേഷം മരണത്തെ തോൽപ്പിച്ച് അവിടുന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നമുക്കറിയാം, നമ്മളിന്ന് വഴിയാത്രയിൽ പല സ്ഥലങ്ങളിലും യേശുവിൻ്റെ രൂപം കാണാറുണ്ട്. പക്ഷെ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ രൂപം അതല്ല. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ രൂപം വെളിപ്പാട് പുസ്തകത്തിൽ പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ട് പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും ശ്രദ്ധിക്കണമേ, ഇതാണ് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവൻ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ രൂപം വെച്ച് ആരാധിക്കാത്തത്. കാരണം അവിടുന്ന് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഈ വായിച്ച് കേട്ടതുപോലെ ഒരു രൂപം സൃഷ്ടിക്കാൻ ലോകത്തൊരു മനുഷ്യനും സാധ്യമല്ല. ഹല്ലേലൂയ! അവിടെ നിന്നും ജീവിക്കുന്ന ദൈവമാണ്. എന്നാൽ ഈ സാക്ഷാൽ ദൈവവചനം എന്താണെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 11 മുതൽ 16. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേക രാജമുടികൾ, എഴുതിയിട്ടുള്ളൊരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്നു പേർ. ഹല്ലേലൂയ! അപ്പോൾ ദൈവവചനം, നമുക്ക് എഴുതി നൽകപ്പെട്ട ദൈവവചനം സാക്ഷാൽ ഉറവിടമായിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ്. വീണ്ടും താഴോട്ട് വായിക്കുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ടവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്കവൻ മെതിക്കുന്നു. 16-ാമത്തെ വാക്യം. രാജാതി രാജാവും കർത്താതി കർത്താവ് എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ! അപ്പോൾ ദൈവവചനം സാക്ഷാൽ കർത്താതി കർത്താവും രാജാതി രാജാവുമാണ്.
യേശുക്രിസ്തു സാക്ഷാൽ രാജാതിരാജാവും കർത്താതി കർത്താവുമാണ്. അപ്പോൾ ഈ രാത്രിയിൽ ഇവിടെ ഘോഷിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അതിന് അധികാരമുണ്ട്. അത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും, അത് ന്യായം വിധിക്കും. ആ ദൈവത്തിൻ്റെ വചനം അത് ആഗ്രഹിക്കുന്ന പ്രവൃത്തി ചെയ്യും. യെശയ്യാപ്രവചനം 53-ാമത്തെ അധ്യായം 55-ാമത്തെ അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാപ്രവചനം 55, 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. 12-13 വാക്യങ്ങൾ. സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും. ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. അത് യഹോവയ്ക്കൊരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായൊരു അടയാളമായും ഇരിക്കും. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ചു കേട്ടു. ആ ദൈവത്തിൻ്റെ വചനം സാക്ഷാൽ അതായിരിക്കുന്നത് പോലെ വെളിപ്പെട്ട് വരുമ്പോൾ ആ വചനം ആഗ്രഹിക്കുന്ന പ്രവൃത്തി തികയ്ക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഓർക്കുക, ഇവിടെ സംസാരിക്കുന്ന ദൈവദാസന്മാരുടെ വചനത്തിൻ്റെ പ്രാഗൽഭ്യമല്ല, അവരുടെ വചനത്തിൻ്റെ ആഴത്തിലുള്ള ഗ്രാഹ്യമോ ഒന്നുമല്ല. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവഭക്തന്മാർ ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുമ്പോൾ അതിലൂടെ വ്യാപരിക്കുന്ന, ദൈവവചനത്തിലൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത് ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, അത് ശക്തീകരിക്കുന്നതാണ്. അപ്പോൾ ഓർക്കുക, ഈ സുവിശേഷ ഘോഷണത്തിൻ്റെ സമ്പൂർണ്ണ അധികാരവും ഉത്തരവാദിത്വവും പ്രവൃത്തിയും തികയ്ക്കുന്നത് സാക്ഷാൽ യേശുക്രിസ്തുവാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഭൂമിയിൽ അവിടുത്തെ ഐഹിക ജീവിതം തികച്ച്, വേല തികച്ച്, അവിടുത്തെ പരമയാഗത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ പുറപ്പെടുക, നിങ്ങൾ സുവിശേഷം ഘോഷിക്കുക. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ച ശിഷ്യന്മാർ പുറപ്പെട്ടു, ദൈവവചനം ഘോഷിച്ചു. അതിനെക്കുറിച്ച് ഭക്തനായ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 16-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങളിൽ. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നു. 20-ാമത്തെ വാക്യം ശ്രദ്ധിക്കണമേ. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ശ്രദ്ധിക്കണമേ, ദൈവവചനം ഘോഷിക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ, കർത്താവിനാൽ അയക്കപ്പെട്ടവർ ദൈവവചനം ഘോഷിക്കുമ്പോൾ കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയാണ്. അവരാൽ നടക്കുന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ ശുശ്രൂഷയുടെയും ആത്യന്തികമായ ലക്ഷ്യം ദൈവവചന ഹൃദയങ്ങൾ ഉറയ്ക്കുക, യേശു ഹൃദയങ്ങളിൽ ഉരുവാകുക, യേശുവിനായി വേർതിരിയുവാൻ ജനങ്ങൾ ഒരുക്കപ്പെടുക. ഇത് മനുഷ്യൻ്റെ ശക്തി കൊണ്ടോ പ്രാഗൽഭ്യം കൊണ്ടോ ഒന്നും നടക്കുന്നതല്ല, അത് ദൈവവചനത്താൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മാനവും മഹത്വവും പുകഴ്ചയ്ക്കും സർവശക്തനായ കർത്താവിന് മാത്രമാണ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വേദഭാഗത്തേക്ക് വരുന്നു. ഞാനിത് പ്രാരംഭമായിട്ടൊന്ന് പറഞ്ഞു വെച്ചതാണ്. എന്താണ് ദൈവത്തിൻ്റെ വചനം? ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് ക്രിയ ചെയ്യുന്നത്? നമ്മൾ ചിന്തിച്ചു വന്ന വിഷയം എന്നാണ് ദൈവരാജ്യം. എന്താണ് ദൈവരാജ്യം? കർത്താവ് അവിടുത്തെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് അറിയിക്കുന്ന സന്ദേശമാണ്: ദൈവരാജ്യം കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മനസ്സാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. എന്താണ് ഈ ദൈവരാജ്യത്തിൻ്റെ പ്രസക്തി? കർത്താവ് ശുശ്രൂഷ തുടങ്ങുന്നത് ദൈവരാജ്യത്തിലാണ്. അതേപോലെ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവസാനം ശിഷ്യന്മാരെ പറഞ്ഞുറപ്പിക്കുന്നതും ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളാണ്. ശിഷ്യന്മാരെ ഫലമേൽപ്പിക്കുന്നതും ദൈവരാജ്യം പ്രസംഗിക്കാനാണ്. അതേപോലെ വ്യത്യസ്തമായ നിലകളിൽ കർത്താവ് ശിഷ്യന്മാരുടെ ചെയ്തെടുത്തതും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയാണ്. അപ്പോൾ എന്താണ് ഈ ദൈവരാജ്യം?
ഒന്ന് വരാമോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങൾ. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്ക വണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ശിഷ്യന്മാർ ചോദിക്കുന്നു, ദൈവരാജ്യം എവിടാ? കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം ഇങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കണക്ക് വലിയൊരു സാമ്രാജ്യമായിട്ടൊന്നും വരുന്നൊരു കാര്യമല്ല. അത് എവിടെ ഉണ്ട്? ശിഷ്യന്മാരുടെ ഇടയിലുണ്ട്. നോക്കണം, വീണ്ടും അതിൻ്റെ വ്യക്തതയ്ക്കായിട്ട് റോമാലേഖനം 14-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങളൊന്ന് വായിക്കാമോ? റോമാലേഖനം 14-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങൾ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. അപ്പോൾ ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് അതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് തരിക. എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ ഭൂമി സംബന്ധിക്കുന്നതുമായ കാര്യമല്ലെന്നാണ് കർത്താവ് പറയുന്നത്. എന്ന് കരുതി ഭക്ഷണവും പാനീയമൊന്നും വേണ്ടെന്നല്ല. എന്നിട്ട് കർത്താവ് പറയുന്നത് അത് നീതിയാണ്, സമാധാനമാണ്, പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ കേന്ദ്രബിന്ദു പരിശുദ്ധാത്മാവാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ചുരുക്കത്തിൽ പരിശുദ്ധാത്മാവ് എവിടെ ഉണ്ടോ അവിടെ ദൈവരാജ്യമുണ്ട്. അതൊരനുഭവമാണ്. അതിൻ്റെ ഒരു വ്യക്തത മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പഴയ നിയമത്തിലേക്കൊന്ന് പോകണം. പഴയ നിയമത്തിലെ ഏതാനും ചില വാക്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ദൈവരാജ്യം എന്താണെന്നൊന്ന് മനസ്സിലാകും. യഥാർത്ഥത്തിൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം ഭരിക്കുന്ന രാജ്യം, ദൈവം രാജാവായി വാഴുന്ന അവസ്ഥ, അതാണ് ദൈവരാജ്യം. അപ്പോൾ നമ്മെ ദൈവം ഭരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നമ്മളാണ് ദൈവരാജ്യം. ദൈവരാജ്യം ഒരനുഭവമാണ്, ദൈവരാജ്യം ഒരവസ്ഥയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ന്യായാധിപന്മാർ 2:18. യഹോവ അവർക്ക് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ യഹോവ അതത് ന്യായാധിപനോട് കൂടെ ഇരുന്ന് അവൻ്റെ കാലത്തൊക്കെയും അവരുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അത്രയും വായിച്ച് നിർത്തുകയാണ്. അവിടുത്തെ പ്രയോഗം കണ്ടോ? യഹോവ അതത് ന്യായാധിപനോട് കൂടെ ഇരുന്ന്. അപ്പോൾ ദൈവം ന്യായാധിപന്മാരെ ആക്കിയെങ്കിലും ആരാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? യഹോവ അവനോട് കൂടെ ഇരുന്ന് ചെയ്യുക, ദൈവം ചെയ്യുകയാണ്. വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അനന്തരം ഇസ്രായേല്യർ ഗിദെയോനോട്, നീ ഞങ്ങളെ മിദ്യാൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കുക കൊണ്ട് ഞങ്ങൾക്ക് രാജാവായിരിക്കണം, അങ്ങനെ തന്നെ നിന്റെ മകനും മകൻ്റെ മകനും എന്ന് പറഞ്ഞു. 23-ാമത്തെ വാക്യം, ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് രാജാവാകയില്ല, എൻ്റെ മകനും ആകയില്ല, യഹോവയത്രേ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ രാജാവായി ദൈവം വാഴുന്ന അവസ്ഥ. ഹല്ലേലൂയ. വീണ്ടും മുമ്പോട്ട് വരുമ്പോൾ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ശമൂവേൽ പ്രവാചകനോട് ജനം വന്നൊരു രാജാവിനെ ആവശ്യപ്പെടുമ്പോൾ ശമൂവേലിനത് വിഷമം തോന്നുകയാണ്. ശമൂവേൽ ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് ദൈവത്തോട് വിഷമം അറിയിക്കുമ്പോൾ ദൈവം ശമൂവേലിനോട് പറയുന്നൊരു കാര്യമുണ്ട്. അതിതാണ് 6-ാമത്തെ വാക്യം. 1 ശമൂവേൽ 8-ാമത്തെ അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമൂവേലിനോട് അരുളിച്ചത് എന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കാം, അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്.
ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിച്ച വിഷയം ഇതാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം ഭരിക്കുന്ന അവസ്ഥ. ദൈവം ഭരിക്കുന്ന അവസ്ഥ. അതായത് ഈ ഭൂമിയിൽ ഇപ്പോൾ നമ്മെ പരിശുദ്ധാത്മാവാണ് ഭരിക്കുന്നതെങ്കിൽ അതാണ് ദൈവരാജ്യത്തിൻ്റെ അവസ്ഥ. അപ്പോൾ കർത്താവ് പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് സമീപിക്കേണ്ടി വന്നത്? അതിലേക്കുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതേസമയം തന്നെ നമ്മൾ വേറൊരു കാര്യം ഒന്ന് ചിന്തിക്കണം. എന്താണ് സ്വർഗരാജ്യം? സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിലും ഒക്കെ നമ്മൾ കാണുന്നതാണ് ദൈവരാജ്യം പോലെ സ്വർഗരാജ്യവും. സ്വർഗരാജ്യം ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യമുള്ളൊരു സ്ഥലമാണ്. അതൊരു അനുഭവമായിട്ടും പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 66-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 66-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. മതി. ദൈവം പറയുകയാണ് സ്വർഗം എൻ്റെ സിംഹാസനമാണ്, ഭൂമി എൻ്റെ പാദപീഠമാണ്. അതൊരു സ്ഥലമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും 103-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 19-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 103-19. യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. വീണ്ടും വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം 21-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ, അപ്പോൾ ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം. സങ്കീർത്തനങ്ങളിലും പുതിയ നിയമഭാഗങ്ങളിലും പല ഭാഗങ്ങളിലും സ്വർഗത്തെക്കുറിച്ച് അനേകമായ വിവരണങ്ങളുണ്ട്. നാം ആ ഭാഗത്തേക്കൊന്നും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് പോകുന്നില്ല. നാം വീണ്ടും മടങ്ങി വരികയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർ പ്രാർത്ഥന എന്താണെന്ന് പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ നമുക്കിവിടെ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നടക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗരാജ്യം. എന്നാൽ സ്വർഗത്തിലെ ഇഷ്ടം അതേപോലെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നടത്തുവാൻ സമർപ്പിക്കപ്പെട്ട ഹൃദയമൊരുക്കമുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദൈവം കാണുന്ന അവസ്ഥയാണ് ദൈവരാജ്യത്തിൻ്റെ അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നമ്മളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അത് നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാ എന്നെ ദൈവം ഇത്ര കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതമൊക്കെ അനുഭവിക്കാൻ ഒരു ജന്മം ഇങ്ങനെ തന്നതെന്ന് അനേകർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ കാരണക്കാരൻ ദൈവമല്ല. ഹല്ലേലൂയ. നാം അനുഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളുടെയും കാരണം എൻ്റെയും നിങ്ങളുടെയൊക്കെ പൂർവ്വപിതാവായിരിക്കുന്ന ഒന്നാമത്തെ മനുഷ്യനും നമ്മുടെ പൂർവ്വപിതാവും മാതാവുമാണ്. ആദാം ഹൗവമാരുടെ ലംഘനമാണ് മനുഷ്യൻ പാപത്തിലേക്ക് വീഴുവാൻ കാരണം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കാണുന്നുണ്ട്, ദൈവം എന്ത് ചെയ്യുകയാണ്? മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 26, 27, 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക തേജസ്സുള്ളവനായിട്ട്. ഉൽപ്പത്തി 2:7 വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, നിലത്തെ പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ ഉണ്ടാക്കുകയാണ്. നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ദൈവം മനുഷ്യനെ കൊണ്ടുവന്ന് ഏദൻ തോട്ടത്തിലാക്കുന്നു. ആ തോട്ടത്തിൽ തന്നെ ദൈവം നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷവും ജീവൻ്റെ വൃക്ഷവും ദൈവം മുളപ്പിക്കുകയാണ്. എന്നിട്ട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. വീണ്ടും നമ്മൾ മുമ്പോട്ട് കാണുമ്പോൾ പിന്നെ കാണുന്നു, ദൈവം ആദാമിൻ്റെ വാരിയലിൽ നിന്ന് ഒരു സ്ത്രീയെ ദൈവം ഉളവാക്കിയെടുക്കുകയാണ്. ആ സ്ത്രീയെയും പുരുഷനെയും ദൈവം ഒരുമിച്ച് ഏദൻ തോട്ടത്തിൽ അവരെ ആക്കുകയാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് നമ്മളെല്ലാ ദുരന്തങ്ങളും കാണുന്നത്.
അവിടെ പിശാചിൻ്റെ സ്വാധീനത്താൽപ്പെട്ട പാമ്പ് സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, ഈ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ നിങ്ങളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അപ്പോൾ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം മനുഷ്യൻ ചെയ്തു. ഹല്ലേലൂയ. അവിടെ സംഭവിക്കുന്ന കാര്യം 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു, അത്തിയില കൂട്ടി തിന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. അപ്പോൾ ഇവിടെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ വീഴ്ച സംഭവിക്കുന്നത്. ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തു, അനുസരണക്കേട് കാണിച്ചു. പ്രിയരെ, മനുഷ്യരിൽ നിന്ന് ദൈവ തേജസ് നഷ്ടമായി. ദൈവം പറയുന്നു, തിന്നുന്ന നാളിൽ നീ മരിക്കും, ഉൽപ്പത്തി പുസ്തകം 2:17. എന്നാൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചിട്ടവർ തിന്നുവാനിടയായി. എന്നാൽ അവിടെ എന്ത് മരണം നടന്നു? ദൈവ തേജസ് നഷ്ടപ്പെട്ടു. മനുഷ്യനെ തേജസ്സിൽ നിർത്തിയിരുന്ന പരിശുദ്ധാത്മാവ് മനുഷ്യൻ നഷ്ടമാകാനിടയായി. ഹല്ലേലൂയ. ദൈവത്തെ കേൾക്കുവാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവത്തോട് നിരന്തരം ഇടപെടുവാൻ ദൈവത്തെ പ്രാപ്തമാക്കിയിരുന്ന പരിശുദ്ധാത്മാവ് മനുഷ്യന് നഷ്ടമായപ്പോൾ മനുഷ്യൻ്റെ ആത്മാവിനും മനുഷ്യൻ്റെ ദേഹിക്കും മനുഷ്യൻ്റെ ദേഹത്തിനും കുഴപ്പം പറ്റി. മനുഷ്യൻ്റെ ഇന്ന് കാണുന്ന എല്ലാ അപജയത്തിനും കാരണം ഏദൻ തോട്ടത്തിലെ അനുസരണക്കേടാ. മനുഷ്യന് ദൈവത്തിൻ്റെ അംശം നഷ്ടമായി. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു മരിക്കും, അവരിൽ നിന്ന് പരിശുദ്ധാത്മാവ് നഷ്ടമായി, തേജസ് പോയി. അതാണ് നാം പോലും അറിയാതെ നമുക്ക് നടന്ന 1-ാമത്തെ മരണം. അതുകൊണ്ടാണ് ആ മരണത്തിൽ ജനിച്ച സമൂഹത്തെയാണ് തിരുവെഴുത്തിൽ ജഡമെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ജീവിക്കുകയും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നെങ്കിലും ദൈവത്തിൻ്റെ കണ്ണിൽ ഒരു സാധാരണ മനുഷ്യൻ ജഡമാണ്. കാര്യം എന്താ? ദൈവം അങ്ങനല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് കൊടുത്താണ് സൃഷ്ടിച്ചത്. അവൻ ദൈവത്തിൻ്റെ മകനായിരുന്നു, ദൈവ തേജസ്സായിരുന്നു. ആ ദൈവ തേജസ് നഷ്ടമായി. ഈ തേജസ്സില്ലാത്ത രോഗവും ഭാരവും കഷ്ടവും ബലഹീനവും ദ്രവത്വവും ഒക്കെ ഉള്ള ഈ ശരീരത്തിന് മനുഷ്യൻ അടിമയായി തീർന്നു. ചുരുക്കത്തിൽ ഇതല്ല നമ്മുടെ ദൈവം ആഗ്രഹിച്ച യഥാർത്ഥ അവസ്ഥ. അതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുമല്ല, മനുഷ്യന് വീഴ്ച സംഭവിച്ചപ്പോൾ മനുഷ്യൻ്റെ നിലപാടിന് മാറ്റം വന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 23-24 വാക്യങ്ങളിൽ നമ്മൾ 22-23 വാക്യങ്ങളിൽ നമ്മൾ ആദാം 1-ാമത്തെ സ്ത്രീയെ നോക്കി പറയുന്ന കാര്യമുണ്ട്. ദൈവം ആദാമിൻ്റെ വാരിയലിൽ നിന്ന് സ്ത്രീയെ ഉളവാക്കിയപ്പോൾ ദൈവം പറയുന്നൊരു കാര്യം, യഹോവയായ ദൈവം മനുഷ്യൻ്റെ അടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു, ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതായത് ചുരുക്കി പറഞ്ഞാൽ, ഒന്നുകൂടെ സരളമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെൻ്റെ അസ്ഥിയാ, എൻ്റെ മാംസത്തിന് മാംസവും. അതായത് ഇത് ഞാനാ. ഹല്ലേലൂയ. ചക്കര പൊന്നെ തേനെ പാല് എന്നൊക്കെ വിളിക്കുന്ന കണക്ക് ഇത് എൻ്റെ എല്ലാമാണെന്ന് ആര് പറയുകയാ? ആദാം പറയുകയാ. എന്നാൽ ഈ ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു, ആത്മീയ മരണം സംഭവിച്ചു. അവിടെ ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 11, 12, 13 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുത് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്നവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. ശ്രദ്ധിക്കണേ, 2-ാമത്തെ അധ്യായത്തിൽ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസം എന്ന് പറഞ്ഞ സ്ഥാനത്ത്
പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഭാഷയുടെ പ്രയോഗം മാറി. നീ എന്നോട് കൂടെ ഇരിക്കേണ്ടതിന് തന്ന ഈ സ്ത്രീ നായി. ഹല്ലേലൂയ. ആദാമേ, നീ വൃക്ഷഫലം തിന്നോ എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, തിന്നു. പക്ഷെ ആദാം മറുപടി പറയുന്നത് അതല്ല. ആദാം കൊടുക്കുന്ന മറുപടി തിന്നു എന്നുള്ള മറുപടി അല്ല കൊടുക്കുന്നത്, മറിച്ചോ നീ എന്നോട് കൂടെ ഇരിക്കേണ്ടതിന് തന്ന സ്ത്രീ. അപ്പോൾ ഒന്നാം പ്രതി ആരായി? ദൈവമായി. ഇന്ന് എല്ലാവരും ചോദിക്കുന്നത് അതാ, ദൈവമേ എന്തിനാ എന്നോട് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. എല്ലാ അബദ്ധങ്ങളിലും പോയി ചാടി അവസാനം കയ്യും കാലോട്ട് അടിക്കുമ്പോൾ മനുഷ്യൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദൈവമേ എന്നോട് എന്തിനാ ഇത് ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. ഓർക്കുക, ഇത് ദൈവം ചെയ്തതല്ല, പലതും നമ്മളായിട്ട് ചെയ്തു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ്. ആദാം മറുപടി പറയുന്നു, നീ എന്നോട് കൂടെ ഇരിക്കേണ്ടി നിന്ന സ്ത്രീ വൃക്ഷത്തിൻ്റെ ഫലം തന്നു, ഞാൻ തിന്നു. അതായത് ഒന്നാം പ്രതി ദൈവമായി, രണ്ടാം പ്രതി കൂടെ ഇരിക്കാൻ തന്ന സ്ത്രീയായി. ഞാൻ ആരാ? മാപ്പു സാക്ഷി, അല്ലേ? സ്ത്രീയോട് ചോദിച്ചു, സ്ത്രീ പറയുന്ന കണ്ടോ, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി. ഹല്ലേലൂയ. അപ്പോൾ ഓർക്കണം, ഈ പഴിചാരൽ ഇന്ന് തുടങ്ങിയതല്ല, അന്നേ തുടങ്ങിയതാണ്. എന്ത് കുറ്റം ചെയ്താലും അതാരുടെയെങ്കിലും ഒന്ന് മേളിലാക്കി വെച്ചിട്ട് നമ്മളൊന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഇന്ന് തുടങ്ങിയല്ല. ഏദൻ തോട്ടത്തിൽ ഒന്നാമത്തെ മനുഷ്യന് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ തുടങ്ങിയതാ. ഹല്ലേലൂയ. അതായത് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മനുഷ്യൻ വീണുപോയി. ഹല്ലേലൂയ. അതിൻ്റെ അനന്തരഫലമായിട്ട് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഭൂമി എന്ത് ചെയ്തു? ഭൂമി ശപിക്കപ്പെട്ടതായി തീർന്നു. ഭൂമി ശപിക്കപ്പെട്ടതായി. മനുഷ്യന് വേദനയും കഷ്ടവും ദുരിതവും എല്ലാം ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് മാനവകുലം അനുഭവിക്കുന്ന എല്ലാ ദുരന്തത്തിൻ്റെയും കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യമായ പരിശുദ്ധാത്മാവ് മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. അതായത് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മനുഷ്യൻ മാറി. ഇതിൻ്റെ പരിഹാരം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവ സാന്നിധ്യത്തിലേക്ക് മനുഷ്യൻ വരണം. ഹല്ലേലൂയ. അതാണ് ഓർക്കേണ്ടത്. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മനുഷ്യൻ പുറത്തായതുകൊണ്ട് മനുഷ്യൻ എന്ത് പ്രവൃത്തി ചെയ്താലും അവൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടും ദൈവത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല. എന്ത് നേർച്ച കാഴ്ചകളോ എന്ത് പുണ്യപ്രവൃത്തികളോ എന്തെല്ലാം ത്യാഗം ചെയ്താലും ദൈവമാണ് ഇവനെ പുറത്താക്കിയത്. ഇനി ദൈവമായിട്ട് ഇവനെ അകത്താക്കാതെ ദൈവത്തിൻ്റെ സ്ഥലം ഒരിക്കലും മനുഷ്യൻ പ്രവേശിക്കാൻ പറ്റത്തില്ല. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം മനുഷ്യനെ പുറത്താക്കുകയാണ്. ഇങ്ങനെ മനുഷ്യൻ അവനെ ഇറക്കിക്കളഞ്ഞു. ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. ചുരുക്കി പറഞ്ഞാൽ ഇനി ഏദൻ തോട്ടത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രവേശിക്കാൻ പറ്റാതെ വണ്ണം ആ വഴി എന്നേക്കുമായി അടയ്ക്കപ്പെട്ടു. ഹല്ലേലൂയ. മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരന്തത്തിനും കാരണം എന്താ? ദൈവത്തിൻ്റെ അംശമായ പരിശുദ്ധാത്മാവും മനുഷ്യൻ നഷ്ടമായി എന്നുള്ളതാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണും, പക്ഷേ അതിൻ്റെ മൂല കാരണം ഇതാണ്: ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ നഷ്ടമായി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യനിൽ നിന്ന് പോയി. ഹല്ലേലൂയ. റോമാലേഖനം 5-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്നാമത്തെ മനുഷ്യൻ, ഏക മനുഷ്യൻ പാപം ചെയ്തു. എൻ്റെയും നിങ്ങളുടെയും പൂർവ്വപിതാവായ ആദാം പാപം ചെയ്തു. ആ മനുഷ്യനെ ദൈവസന്നിധിയിൽ പുറത്താക്കി. അതുകൊണ്ട് എന്ത് പറ്റി? ആദാമിൻ്റെ തലമുറകളായിരിക്കുന്ന മാനകുലം മുഴുവൻ, ആദാമിൻ്റെ സന്തതികളായിരിക്കുന്ന എല്ലാ മനുഷ്യനും ആരായി? പാപത്തിൻ്റെ അടിമത്വത്തിലായി. ഇവിടെ ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, വിദ്യാഭ്യാസത്തിൻ്റെ വ്യത്യാസമില്ല, നിറത്തിൻ്റെ വ്യത്യാസമില്ല. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ കേരളം അറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ്. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്ന റിപ്പോർട്ടിൽ ഏറ്റവും അധികം മദ്യത്തിൻ്റെ വിൽപ്പന നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മുടെ കേരളം. അതേപോലെ ഇപ്പം ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനയിൽ കുതിച്ചു കയറുകയാണ് കേരളം. ആത്മഹത്യയിൽ അങ്ങേയറ്റം പെരുകയാണ് കേരളം.
പണ്ട് നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ അമ്മ പെങ്ങന്മാർക്ക് ഒരു ചൂട്ടുമൊക്കെ കത്തിച്ച് ഇടവഴിയിലൂടെയൊക്കെ രാത്രി സഞ്ചരിക്കാമായിരുന്നു. ഇന്നലെ പകൽക്കാലത്ത് പോലും ബസ്സിലോ ട്രെയിനിലോ നടു റോഡിലോ ഒന്നും നമ്മുടെ സഹോദരിമാരാരും സുരക്ഷിതരല്ല. അതിൻ്റെ അർത്ഥം വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഇത് മാറത്തില്ല, സമ്പത്ത് കൊണ്ടും മാറത്തില്ല, യാതൊന്നുകൊണ്ടും മാറത്തില്ല. ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അകത്ത് വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ മദ്യത്തിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ ഉപയോഗത്തിൽ നിന്ന് യുവാക്കളെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി പല പല സെമിനാറുകൾ നടത്തിയിട്ട് അവസാനം അവരുടേതായ ഒരു യോഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഈ യുവാക്കൾ ഇതിൽ നിന്ന് മോചനം പ്രാപിക്കാതെ വണ്ണം ഏതോ ഒരു ശക്തി ഇവരെ പിന്നെ അതിലോട്ട് പിടിച്ചടുപ്പിക്കുകയാണ്. അതാ സ്നേഹിത ഞങ്ങൾ പറയുന്നത്, മനുഷ്യൻ പാപത്തിൻ്റെ അടിമത്വത്തില്ല. ഹല്ലേലൂയ. പണമുണ്ടാകട്ടെ, അവന് നല്ല ജോലി ഉണ്ടാകട്ടെ, എന്തുമുണ്ടായിക്കൊള്ളട്ടെ, പാപം അവനെ വാഴുകയാണ്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. പാപം മനുഷ്യനെ ഭരിക്കുകയാണ്. പിശാചിൻ്റെ അടിമത്വത്തിലായി മനുഷ്യൻ. റോമാലേഖനം 3-ാം വാക്യത്തിൽ കാണുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി. നമ്മൾ സുവിശേഷം പറയുമ്പോൾ പറയാറുണ്ട് മനുഷ്യൻ പാപികളാണ്. ഉടനെ അനേകർ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അറിഞ്ഞുകൊണ്ട് മനസാ വാച കർമ്മണ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നീ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചോ, നീ പാപിയാ. ഹല്ലേലൂയ. ആദാമിൻ്റെ സന്തതിയായി നീ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിച്ചോ, നീ പാപിയാ. നിന്റെ ശരീരം തേജസ്സില്ലാത്തതാണെങ്കിൽ നീ പാപിയാ. ഇവിടെ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. എന്നാൽ ഇങ്ങനെ ദൈവ തേജസ്സില്ലാതായി തീർന്ന മനുഷ്യ, ഈ പാപത്തിൻ്റെ അവസ്ഥയിൽ പോകുന്ന നിനക്ക് ഒരു ശിക്ഷയുണ്ട്. റോമാലേഖനം 6-ാം 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ഹല്ലേലൂയ. ഇങ്ങനെ മനുഷ്യനെ പാപത്തിലാക്കി, പാപത്തിൻ്റെ അവസ്ഥയിൽ അവനെ ഇവിടെ നിലനിർത്തി, പാപപ്രവൃത്തിയിലൂടെ നയിച്ച് അവസാനം പാപത്തിൽ മരിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് മരണമാണ്. ആ മരണമെന്ന് പറയുന്നത് ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്ന മരണമല്ല, ഇവനിൽ നിന്ന് വിട്ടുപോകുന്ന ജീവൻ എന്നേക്കുമായി നിത്യ നരകത്തിലേക്ക് പോകുന്ന രണ്ടാമത്തെ മരണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു മരണം മനുഷ്യനുണ്ട്. അപ്പോൾ ഓർക്കുക, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ പരിതാപകരമാണ്. അവൻ എങ്ങനെ ജീവിച്ചാലും കൊള്ളാം, യേശുവിനെ രക്ഷകനും കർത്താവും പാവമോചനവുമായിട്ട് സ്വീകരിക്കാതെയാണ് ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നതെങ്കിൽ അവൻ പോകുന്ന പോക്കിൻ്റെ അവസാനം നിത്യ നരകമാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മനുഷ്യൻ പാപത്തിൻ്റെ അടിമത്വത്തിലാണ്. അതുകൊണ്ട് മനുഷ്യനിൽ നിന്ന് വരുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. ദൈവം മനുഷ്യനെ കാണുന്നത് ജഡമായിട്ടാ. കാരണം ദൈവം മനുഷ്യനെ ജീവനിൽ നിർത്തിയിരുന്ന പരിശുദ്ധാത്മാവ് മനുഷ്യനിൽ നിന്ന് പോയി. അതുകൊണ്ട് മനുഷ്യന് ജഡമായി. നമ്മൾ വായിക്കുന്നു, ജഡത്തിൻ്റെ പ്രവൃത്തികളോ ഗലാത്യലേഖനം 5-ാമത്തെ അധ്യായം 19 മുതൽ 21 വരെ വായിക്കുമ്പോൾ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവയെന്ന് വെളിപ്പെടുന്നു. തീർന്നിട്ടില്ല, മുതലായവ ഒരുപാടുണ്ട്. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു. ഭക്തനായ പൗലോസ് എഴുതുകയാണ്. അപ്പോൾ ഓർക്കുക, നാം പാപത്തിൻ്റെ അടിമത്വത്തിലായതുകൊണ്ട് നാം ഈ പാപപ്രവൃത്തികളിലൂടെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ ദൈവ സാന്നിധ്യമില്ലെങ്കിൽ അതേ അവസ്ഥയുള്ളൂ. എന്നാൽ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ്റെ ഒടുക്കം എന്താണ്? നിത്യമരണമാണ്. അപ്പോൾ നാം ജീവിക്കുന്ന ഈ അവസ്ഥയിൽ യേശുവിനെ അറിയാതെ മുന്നോട്ട് പോയാലുള്ള കുഴപ്പം, നാം ചെന്നപ്പെടുന്നത് നിത്യനരകത്തിലാണ്. അവിടെ നിന്ന് നമ്മുടെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ടൊന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൽ 14-15 വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു, ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. 15-ാമത്തെ വാക്യത്തിൽ
ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാതെ താങ്കൾക്ക് നിത്യനരകത്തിൽ രക്ഷപ്പെടാൻ സാധ്യമേയല്ല. ഹല്ലേലൂയ. വീണ്ടും വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ, അത് രണ്ടാമത്തെ മരണം. അപ്പോൾ നമ്മളെല്ലാവരും ഓർക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം, യേശുക്രിസ്തുവിനെ കൂടാതെ ജീവിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഇവിടുത്തെ മരണം കൊണ്ട് തീരുന്നില്ല. രണ്ടാമതൊരു മരണമുണ്ട്. ആ മരണമെന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ മരണം നമ്മൾ കാണുന്നത് ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്നതാണെങ്കിൽ, രണ്ടാമത്തെ മരണം ആ പോകുന്ന ജീവനെ എന്നേക്കും നിത്യന്യായവിധിക്ക്, നിത്യനരകത്തിലേക്ക് തള്ളുന്ന അവസ്ഥയാണ്. എന്നെ കേൾക്കുന്ന ദേശമേ ഓർക്കുക, അതിൽ നിന്നൊരേ ഒരു മോചനമാർഗമേ ഉള്ളൂ. പാപമോചകനായ യേശുവിനെ രക്ഷകനും കർത്താവും വീണ്ടെടുപ്പുകാരനുമായി സ്വീകരിക്കുക. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. ഇതിന്നൊരു മനുഷ്യന് ഒഴിവില്ല. ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ അവസാനം അതാ. നോക്കണം, ഇവിടെയാണ് കാലം തികഞ്ഞു എന്നുള്ളതിൻ്റെ പ്രസക്തി. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ അനുസരണക്കേട് കാണിച്ചു, ദൈവം മനുഷ്യനെ പുറത്താക്കി. നാം നേരത്തെ കേട്ടതുപോലെ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാതിരിക്കുവാൻ കെരൂബുകളെ വാളുമായി കാവലേൽപ്പിച്ചു. മനുഷ്യന് ഇനി ദൈവത്തിൻ്റെ സന്നിധിക്ക് ഒരു മടങ്ങിപ്പോക്ക് അവൻ്റെ പ്രയത്നത്തിൽ സാധ്യമല്ല. എന്നാൽ സ്നേഹവാനായ ദൈവം ഒരു പദ്ധതി ആവിഷ്കരിച്ചു. തേജസ് നഷ്ടപ്പെട്ട് ഈ ബലഹീനമായ ശരീരത്തിലേക്ക് മനുഷ്യനെ അതപ്പതിച്ച് അവൻ ഈ ഭൂമിയിൽ പാപത്തിൻ്റെ നരകശിക്ഷ അനുഭവിച്ച് ജീവിക്കുമ്പോൾ, അഖിലാണ്ടത്തെ ചമച്ച ദൈവം അവിടുത്തെ മനസ്സലിവ് നിമിത്തം അവിടുന്ന് ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ഈ മനുഷ്യനെ ഒന്ന് വീണ്ടെടുക്കണം. നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തി അവന് തേജസ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് തേജസ് അവന് ലഭ്യമാകുന്ന അവസ്ഥയിലേക്ക് ഒന്ന് കൊണ്ടുവരണം. ഹല്ലേലൂയ. അതിന് ദൈവം ഒരു പദ്ധതി ആവിഷ്കരിച്ചു, പദ്ധതി ചിന്തിച്ചു. ദൈവമഹത്വം അവിടുന്ന് ഒന്ന് തൽക്കാലം ഒന്ന് ഊരി വെച്ചിട്ട് മനുഷ്യനായി ഭൂമിയിലേക്കൊന്ന് വരിക. ഹല്ലേലൂയ. പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കട്ട മനുഷ്യനെ തേടി, പാപം ചെയ്ത മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമായിരുന്നു തേജസ് നഷ്ടപ്പെട്ടതെങ്കിൽ, ഇവിടെ ഇതാ ദൈവം ആ മനുഷ്യനെ രക്ഷിക്കുവാൻ തേജസ് അല്പസമയത്തേക്കൊന്ന് മാറ്റിവെച്ചിട്ട് എന്നെയും നിങ്ങളെയും പോലെ ഒരു മനുഷ്യനായി, പാവിയായ മനുഷ്യനെ തേടി ഭൂമിയിലേക്ക് വരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവം ഭൂമിയിലേക്ക് വരുവാൻ സാധാരണ മനുഷ്യനായിട്ടാണ് വരുന്നത്. സാധാരണ മനുഷ്യനായിട്ട് വരുന്ന ദൈവത്തെ ആരറിയും? നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ എവിടെയൊക്കെ ആരൊക്കെയോ ജനിക്കുന്നു. എങ്ങനെ അറിയും? അറിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവം, ഈ വരുന്ന ദൈവപുത്രൻ മനുഷ്യനായിട്ടാണ് വരുന്നതെങ്കിലും അവനെ അറിയുവാൻ തക്കവണ്ണം ദൈവം ചില പദ്ധതികൾ ആവിഷ്കരിച്ചു. ആ പദ്ധതികളുടെ പൂർത്തീകരണം തികഞ്ഞതാണ് കാലം തികഞ്ഞു എന്ന് യേശുക്രിസ്തു പറയാനുള്ള കാരണം. ഹല്ലേലൂയ. ഒന്ന്, ദൈവം അതിനുവേണ്ടി രാഷ്ട്രീയ സാഹചര്യം ഒരുക്കി. ഹല്ലേലൂയ. അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലമാണ്. പല പല സാമ്രാജ്യങ്ങൾ ലോകത്തെ മാറി മാറി ഭരിച്ചു. യേശുക്രിസ്തു വന്ന ഭൂജാതനായ ഇസ്രായേൽ സമൂഹം, യേശുക്രിസ്തു ജനിക്കുന്ന സമയത്ത് ആ യഹൂദന്മാരെ ഭരിക്കുന്നത് റോമാ സാമ്രാജ്യമാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകത
അവർ അറിവിലും പാണ്ഡിത്യത്തിലും ഒക്കെ പ്രാവീണ്യമുള്ളവരാ. അതേപോലെ തന്നെ അവർ യാത്രാ സൗകര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാ. ചുരുക്കി പറഞ്ഞാൽ റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഇസ്രയേൽ ദേശം യഹൂദാ ദേശമായി കഴിഞ്ഞതോടെ ആ കാലഘട്ടത്തിൽ അനേക രാജ്യങ്ങളിലേക്കുള്ള കപ്പൽ വ്യാപാരത്തിനും യാത്രാ സാഹചര്യമൊക്കെയുള്ള വഴി അത്തരത്തിലൊന്ന് ഒരുക്കപ്പെട്ടു. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ദൈവം അതിനു വേണ്ടുന്ന ആത്മീയ സാഹചര്യം ഒരുക്കി. ദൈവം മനുഷ്യൻ അകന്നുപോയി. എന്നാൽ നമ്മൾ കാണുന്നു ജനം പെറ്റുപെരുകി. നോഹയുടെ കാലത്ത് മനുഷ്യൻ പാപത്തിലേക്ക് നീങ്ങി. നോഹയും കുടുംബത്തെ ഒഴിച്ച് ദൈവം ഭൂമിയിൽ നീക്കിക്കളഞ്ഞു. വീണ്ടും മുമ്പോട്ട് വന്നപ്പോൾ ഒരു തലമുറയിൽ നിന്ന് ദൈവം അബ്രഹാം എന്ന മനുഷ്യനെ വിളിച്ചു. അബ്രഹാമിനോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി. അബ്രഹാമിനോട് നേരിട്ട് ഇടപെട്ടിട്ട് ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ളൊരു അനുഭവം അബ്രഹാമിന് കൊടുത്തു. അങ്ങനെ അബ്രഹാം ദൈവത്തെ അനുഭവിക്കുന്ന, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു മനുഷ്യനായി ഉടനീളം എൻ്റെ ജീവിതത്തിൽ മാറുകയാണ്. ആ അബ്രഹാമിന് ദൈവം സന്തതിയെ കൊടുക്കുന്നു. ഇസ്ഹാക്ക്, യാക്കോബ്. യാക്കോബിന് 12 മക്കൾ. ആ 12 ആ മക്കൾ ഉൾപ്പെടുന്ന യാക്കോബിനെയും കുടുംബത്തെയും ദൈവം ഒരു പേര് വിളിച്ചു, ഇസ്രായേൽ. ഹല്ലേലൂയ. ആ ഇസ്രായേൽ എന്ന് പറയുന്നൊരു ദേശമായി. ചുരുക്കി പറഞ്ഞാൽ വീണ്ടും മുമ്പോട്ട് വരുമ്പോൾ അവർ പ്രവാസത്തിലേക്ക് പോകുന്ന സാഹചര്യം വന്നു. അവരെ വിളിച്ചിറക്കുവാൻ ദൈവം മോശ എന്ന് പറയുന്നൊരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. മോശ ലക്ഷോപലക്ഷം ജനങ്ങളുമായി യാത്ര പുറപ്പെട്ടു. ആ മോശയുടെ യാത്രയുള്ള ബന്ധത്തിൽ ദൈവം അവർക്കൊരു പ്രമാണം കൊടുത്തു. ഹല്ലേലൂയ. ആ പ്രമാണം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം പുരോഹിതന്മാരെ എഴുന്നേൽപ്പിച്ചു. വീണ്ടും കാര്യങ്ങൾ മുമ്പോട്ട് പോയി. ദൈവം അവരെ നിയന്ത്രിക്കുവാൻ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. ആ ന്യായാധിപന്മാരുടെ പരിശുദ്ധാത്മാവ് ഈ ജനത്തോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവം കൊടുത്ത പ്രമാണങ്ങളിലൂടെ വരുവാനുള്ളൊരു മിശിയെക്കുറിച്ച് ദൈവം ഈ സമൂഹത്തിന് അറിവ് കൊടുത്തു. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ ഒന്നാമത്തെ മനുഷ്യൻ പാപം ചെയ്ത് വീണുപോയ സ്ഥാനത്ത് അഖിലാണ്ടത്തെ ചമയ്ക്കുവാൻ, അഖിലാണ്ടത്തെ ചമച്ചവൻ തന്നെ വീണ്ടും ഭൂമിയിലേക്ക് വരുമ്പോൾ ജനിക്കുവാൻ, ആ പശ്ചാത്തലം ഒരുക്കുവാൻ തക്കവണ്ണം ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ, ഒരു ദേശത്തെ കർത്താവ് ഒരുക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകന്മാരിലൂടെ ആലോചന കൊടുത്തു. യെശയ്യാ പ്രവചനം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും, കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇതിനുള്ള പദ്ധതി ഒരുക്കുക ഭൂമിയിലേക്ക് വരുവാൻ. അങ്ങനെ ദൈവം ആഗ്രഹിച്ച സാമൂഹികമായ, രാഷ്ട്രീയമായ, ആത്മീയമായ സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ അഖിലാണ്ടത്തെ ചമച്ചവൻ ഭൂമിയിൽ എന്നെയും നിങ്ങളെയും പോലൊരു മനുഷ്യനായി ഭൂമിയിൽ ഭൂജാതനായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നോക്കണം, മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം 18 മുതൽ 23 വരെ വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം 18 മുതൽ 23 വരെ, എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സിലായി കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയെ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. 21-ാമത്തെ വാക്യം വളരെ ശ്രദ്ധിക്കണമേ. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിപ്പുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. 21-ാമത്തെ വാക്യം, അവളൊരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ഹല്ലേലൂയ. ജനിക്കുന്നതിന് മുമ്പേ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് അറിയിക്കുകയാണ്. ഒരു ശിശു ജനിക്കും, അവൻ പുരുഷനായിരിക്കും, അവൻ്റെ പേര് യേശു എന്നിടണം. എന്താണെന്നറിയാമോ? യേശു എന്ന പേരിനൊരർത്ഥമുണ്ട്, ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ദേശമേ, യേശു ഒരു മതം സ്ഥാപിക്കാൻ ഭൂമിയിൽ വന്നതല്ല.
യേശു നിത്യരാജ്യത്തിൻ്റെ പ്രത്യാശയിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും രൂപാന്തരപ്പെടുത്തുവാൻ വന്ന രക്ഷകനാണ്. അവിടുന്ന് പാപങ്ങളെ മോചിപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഭക്തനായ യോഹന്നാൻ എഴുതി 1-ാമത്തെ അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഹല്ലേലൂയ. അപ്പോൾ സാക്ഷാൽ അഖിലാണ്ടത്തെ ചമച്ചവൻ മനുഷ്യരൂപമെടുത്ത് എന്ത് ചെയ്യുക? ഭൂമിയിലേക്ക് വരികയാ. എന്തിനു വേണ്ടി? വീണുപോയ മനുഷ്യനെ രക്ഷിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് അവനെ കൊണ്ടുവരുവാൻ. ഓർക്കുക, അതാണ് കാലത്തികവ്. ആത്മീയമായ, സാമൂഹികമായ, രാഷ്ട്രീയമായ സാഹചര്യങ്ങളെ ഒരുക്കിയിട്ട് അവിടുന്ന് ഭൂമിയിലേക്ക് വരികയാണ്. വിദ്വാൻമാർ കിഴക്ക് നിന്ന് അന്വേഷിച്ച് വരുമ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഹല്ലേലൂയ. ഭൂമിയിൽ രാജാവായി പിറന്നവൻ ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം ജനിച്ചു കഴിഞ്ഞിട്ട് പലതരത്തിൽ രാജാവായതാ. എന്നാൽ യേശു ജനിക്കുന്നതിന് മുമ്പേ വിദ്വാൻമാർ അന്വേഷിച്ച് വരികയാണ്: യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അതെ, അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അങ്ങനെ കാലം തികഞ്ഞു. ദൈവരാജ്യത്തിൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടി യേശു ഭൂമിയിലേക്ക് വരികയാണ്. അപ്പോൾ യേശു വരുന്നത് എന്നെയും നിങ്ങളെയും പോലെ കഷ്ടമനുഭവിക്കുന്ന, ഭാരമനുഭവിക്കുന്ന, ദുഃഖമനുഭവിക്കുന്ന, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ നടുക്കാണ് യേശു വരുന്നത്. യേശു ഒരു രാജാവായിട്ട് കൊട്ടാരത്തിൽ വന്നാൽ നമ്മൾ വിചാരിക്കും, നമ്മൾ വീടില്ലാത്ത അനുഭവം എങ്ങനെയാ ഈ രക്ഷകൻ അറിയുന്നത്? ഹല്ലേലൂയ. ഒരു കുഞ്ഞ് വെള്ളത്തിൽ വീണു, ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചു, ഫയർ എഞ്ചിൻ വന്നു, ഫയർമാന്മാർ ചാടിയിറങ്ങി. കുഞ്ഞ് വെള്ളത്തിൽ കിടക്കുക, ഫയർമാന്മാർ ചാടുന്നില്ലെന്നിരിക്കട്ടെ. ചോദിക്കുമ്പം പറയാം, നീന്തൽ അറിയത്തില്ല. രക്ഷിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിലേക്ക് രക്ഷകനായിട്ടാണ് വന്നത്. ആ രക്ഷകനായി വന്ന യേശുക്രിസ്തു ഏതവസ്ഥയിലും ഉള്ളവനെ രക്ഷിക്കുവാൻ പ്രാപ്തനാകണം. അതുമല്ല, ഏതവസ്ഥയിലുള്ളവർക്കും പ്രാപ്യനായിരിക്കണം. കൊട്ടാരത്തിൽ ഒത്തോണ്ടൊന്നും ആർക്കും ചെന്ന് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം ആ കാലസമ്പൂർണത ഒരുക്കിയിട്ട്, കാലം തികച്ചിട്ട് അവിടുന്ന് മനുഷ്യനായി ഭൂമിയിലേക്ക് വരികയാണ്. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 14 മുതൽ വായിക്കാമോ? അവരൊക്കെ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക്. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ. അവരൊക്കെ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? ദൂതന്മാരെ കുറിച്ച് പറയുകയാണ്. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം അത് രക്ഷകനായി ഭൂമിയിലേക്ക് വരുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. 1-ാമത്തെ അധ്യായം. അവിടെ 1-ാമത്തെ അധ്യായത്തിൽ രക്ഷകനെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് ആ രക്ഷകന്റെ ഗുണഗണങ്ങൾ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ അതിൽ നമ്മൾ വായിക്കുന്നു. 2-ാമത്തെ അധ്യായം 14 വാക്യങ്ങളൊന്ന് വായിച്ചേ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ. ശ്രദ്ധിക്കണേ, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുക. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു ആദ്യജാതൻ എന്ന് പറയുമ്പോൾ ദൈവത്തിനുണ്ടായ ഒരു ആദ്യജാതൻ എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. അതായത് ആത്മാവായ ദൈവം സൃഷ്ടികർമ്മം നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ
ആദ്യമായി ദൈവ മനസ്സിൽ വരുന്ന രൂപം യേശുവിൻ്റെ രൂപമാണ്, മനുഷ്യനായി വരേണ്ട രൂപം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൊലോസ് ലേഖനവും എഫേസ് ലേഖനവും നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം, അനാദികാലം മുതൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടന്ന മർമ്മമാണ് ദൈവസഭ. 3-ാമത്തെ അധ്യായം. അതായത് സകലവും സൃഷ്ടിക്കുന്ന ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മമാണ് ദൈവസഭ. ചുരുക്കി പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഒരു കൂട്ടത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ മനസ്സിൽ മുമ്പേ കിടന്നൊരു പദ്ധതിയുടെ ആവിഷ്കാരമാണ് ഏദൻ തോട്ടത്തിൽ ആദാമെന്ന മനുഷ്യൻ്റെ സൃഷ്ടിയിലൂടെ ദൈവം ചെയ്തെടുക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ആ ഒരു പദ്ധതിയിലേക്ക് വരുമ്പോൾ ഈ പൂർത്തീകരണത്തിന് വേണ്ടി കാലം തികഞ്ഞപ്പോൾ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി എബ്രായ ലേഖനം 1-ാമത്തെ വാക്യത്തിൽ ആദ്യജാതൻ എന്ത് ചെയ്യുക? പിന്നെയും ഭൂതലത്തിലേക്ക് വരികയാണ് യേശുക്രിസ്തു. വരുന്നത് എങ്ങനെയാ വരുന്നേ? 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. നോക്കണേ, അപ്പോൾ എങ്ങനെ മനുഷ്യനായിരുന്നുവോ അതേ പരിമിതിയിൽ അവിടുന്ന് ഭൂമിയിൽ ജനിക്കുമ്പോൾ ജനിച്ചു വീഴാനൊരു മുറിയില്ലായിരുന്നു. ഹല്ലേലൂയ. വീടില്ലാത്ത ഏതൊരാൾക്കും യേശുവിൻ്റെ അടുത്ത് പോയി പരാതി പറയാം. കയറിക്കിടക്കാൻ ഇടമില്ലാത്തവർക്ക് ആർക്ക് വേണമെങ്കിലും യേശുവിൻ്റെ അടുത്ത് പോയി പരാതി പറയാം. ഭക്ഷണമില്ലാതെ വലയുന്നവർക്ക് യേശുവിൻ്റെ അടുത്ത് പോയി പരാതി പറയാം. അവഗണന നേരിടുന്നവർക്ക് പോയി പരാതി പറയാം. പൈസ ഇല്ലാത്തവർക്ക് പോയി പരാതി പറയാം. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഏത് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ കഷ്ടത എന്താണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം അഖിലാണ്ടത്തെ ചമച്ചവൻ ഈ ഭൂമിയിൽ എന്നെയും നിങ്ങളെയും പോലൊരു മനുഷ്യനായി അവിടുന്ന് ഭൂമിയിലേക്ക് വന്നു. എവിടെ? കാലം തികഞ്ഞപ്പോൾ. ഹല്ലേലൂയ. ആ കാലത്തികയിൽ വന്ന യേശുക്രിസ്തു എന്താ ചെയ്തത്? എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 5 മുതൽ 7 വാക്യങ്ങൾ വായിക്കാം. ആകെ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാട് നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്കൊരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്നവൻ പറഞ്ഞു. 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും 19 മുതൽ ഉള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി. പ്രൈസ് ദി ലോർഡ്. തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിൽ മേലൊരു മഹാപുരോഹിതനും നമുക്കുണ്ട്. ഏദൻ തോട്ടത്തിൽ നിന്ന് 1-ാമത്തെ മനുഷ്യനെ പുറത്താക്കി ജീവവൃക്ഷത്തിലേക്ക് മനുഷ്യൻ തിരികെ ചെല്ലാതിരിക്കാൻ കെരൂബുകളെ അവിടെ നിർത്തിയ സ്ഥാനത്ത് ആ കെരൂബുകളുടെ വാളിന് ഇരയാകുവാൻ, പുതുവഴി തുറക്കുവാൻ യേശുക്രിസ്തു തൻ്റെ ശരീരം യാഗമാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നു, ധൈര്യമുണ്ടായി. എവിടേക്ക്? ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ. വീണ്ടും നമ്മളോട് വായിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച് യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനുള്ള വഴി തുറക്കപ്പെടുകയാണ്. ദൈവരാജ്യം സമീപിച്ചു എന്ന് അവിടുന്ന് പറയുമ്പോൾ അവിടുന്ന് മാനകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി വഴിയൊരുക്കുകയാണ്. ഫിലിപ്പിയാലേഖനം 2-ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഫിലിപ്പിയാലേഖനം 2-ാമത്തെ അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ 1-ാമത്തെ മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചുവെങ്കിൽ ഇതാ അഖിലാണ്ടത്തെ ചമച്ചവൻ ദൈവസ്വരൂപം അവിടെ മാറ്റിവെച്ച്
ഈ പാപശരീരത്തിലേക്ക് അവൻ ഇറങ്ങി വന്ന് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അനുസരണക്കേടിന് പകരമായി അവിടുന്ന് കാൽവരി ക്രൂശിൽ സ്വന്തം ജീവനെ, സ്വന്തം ശരീരത്തെ അവസാനത്തുള്ളി ചോരയെ ഇറ്റിക്കുന്നത് വരെ അവിടുന്ന് അനുസരണം കാണിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ അനുസരണക്കേടിന്റെ ഫലമായി പിശാച് മനുഷ്യനെ വാഴുവാൻ തുടങ്ങിയെങ്കിൽ കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിന്റെ അകചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും അയച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഹല്ലേലൂയ. മനുഷ്യനെ അന്നു മുതൽ വാഴുവാൻ തുടങ്ങിയ പിശാചിന്റെ സർവാധിപത്യത്തിൽ നിന്ന് അവൻ്റെ സകല ആധിപത്യത്തെയും യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ എന്നേക്കുമായി തകർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടിമത്വത്തിൽ അന്നുവരെയും അതേപോലെ അവനെ ഭരിച്ച പിശാചിൻ്റെ സകല തന്ത്രങ്ങളെയും സകല ഉപായങ്ങളെയും അവൻ്റെ സർവാധിപത്യത്തെയും യേശുക്രിസ്തു എന്ത് ചെയ്തു? കാൽവരി ക്രൂശിൽ തറച്ചു. ഹല്ലേലൂയ. പാപത്തിൻ്റെ കരാളഹസ്തത്തിൽ വീണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയാതെ വലഞ്ഞുപോയ മനുഷ്യനെ നീതിയുടെ വഴിയിലേക്ക് തിരിക്കുവാൻ 1 പത്രോസ് 2-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദേശമേ, പ്രിയപ്പെട്ടവരെ, ഓർക്കുക, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ നടന്ന സംഭവം മാനവ ചരിത്രത്തെ തിരുത്തി എഴുതി. ഹല്ലേലൂയ. പാപത്തിൻ്റെ അടിമത്വത്തിൽ നിത്യനരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനെ അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ, അതിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ അഖിലാണ്ടത്തെ ചമച്ചവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒന്നാമത്തെ മനുഷ്യൻ നടത്തിയ അനുസരണക്കേടിന് അനുസരണം തികയ്ക്കുകയാണ്. കെരൂബുകളുടെ വാളിന് അവൻ ഇരയായി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. പിശാച് എന്ന ശത്രുവിൻ്റെ തലയെ തകർക്കുകയാണ്. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനുദിനം പാപത്തിൻ്റെ പിടിയിൽ പെട്ടുപോകാവുന്ന മനുഷ്യനായതുകൊണ്ട് അവന് കഴുകൽ പ്രാപിക്കുവാൻ അവിടുത്തെ പുണ്യാഹ രക്തത്തിൻ്റെ സ്വാധീനം നമുക്ക് തരികയാണ്. ഏറ്റുപറയുവാൻ, നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുവാൻ ദൈവത്തിൻ്റെ ഒരു മധ്യസ്ഥനെ അവിടുന്ന് മാറുകയാണ്. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ, ഭൂമിയിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു ഭക്തനെ ഭൂമിയിൽ തികവോടെ നിർത്തുവാൻ ആവശ്യമായതെല്ലാം അവിടുന്ന് കാലത്തികവിൽ കാൽവരി ക്രൂശിലെ പരമയാഗത്താൽ മനുഷ്യന് വേണ്ടി തുറക്കുകയാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ മനുഷ്യന്റെ അനുസരണക്കേടിനാൽ പരിശുദ്ധാത്മാവ് നഷ്ടമായെങ്കിൽ, രണ്ടാമത്തെ മനുഷ്യനെ ഭൂമിയിലേക്ക് തേജസ്സിൽ നിറങ്ങി വന്ന് വെളിപ്പെട്ട യേശുക്രിസ്തുവിന്റെ പരമയാഗത്താൽ സമ്പൂർണ്ണ അനുസരണം തികച്ചത് നിമിത്തം ഒന്നാമത്തെ മനുഷ്യൻ നഷ്ടമായ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് തരുവാനുള്ള വഴി തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതിന് മുമ്പ് പറഞ്ഞു, പിതാവ് നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം കാത്തിരുന്ന ഭക്തന്മാരുടെ മേൽ പെന്തക്കോസ്ത് നാളിൽ ഒന്നാമത്തെ മനുഷ്യൻ നിന്നെടുത്ത പരിശുദ്ധാത്മാവിനെ ദൈവം തിരികെ നൽകാനിടയായി. അവിടെ തുടങ്ങിയതാണ് പെന്തക്കോസ്തിൻ്റെ അനുഭവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ പരിശുദ്ധാത്മാവ് ദാനത്തെ മനുഷ്യന് വേണ്ടി നൽകി. ശേഷം കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് ആഹ്വാനം കൊടുക്കുകയാണ്, നിങ്ങൾ ഈ സുവിശേഷത്തെ ലോകമെങ്ങും ഘോഷിക്കണം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഭൂമിയിലെ സ്വർഗത്തിലും സകലകാരിയായാലും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതൊരു മതം മാറ്റത്തിൻ്റെ മാർഗമല്ല ഞങ്ങളിവിടെ ഘോഷിക്കുന്നത്, ഇതൊരു ശിഷ്യത്വത്തിൻ്റെ മാർഗമാണ്. ഹല്ലേലൂയ. പാപത്തിൻ്റെ കരാളഹസ്തത്തിൽ മോചനം പ്രാപിച്ച മനുഷ്യൻ നിത്യജീവനിലേക്ക് നടക്കുന്ന ഒരു അനുഭവം.
ഹല്ലേലൂയ. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ തേജസ്സിലേക്ക് മടങ്ങുന്ന ഒരു അനുഭവം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം 38 മുതൽ 40 വാക്യങ്ങളിൽ, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം 38 മുതൽ 40 വാക്യങ്ങൾ. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ പെന്തക്കോസ്ത് നാളിൽ നൽകപ്പെട്ട പരിശുദ്ധാത്മാവെന്ന ദാനത്തെ ലഭിക്കണമെങ്കിൽ ഇന്ന് എന്ത് വേണം? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അപ്പോഴാണ് പരിശുദ്ധാത്മാവെന്ന ദൈവിക അംശം പാപിയായിരുന്ന മനുഷ്യൻ തിരികെ ലഭിക്കുന്നത്. എന്നെ കേൾക്കുന്ന ജനമേ ഓർക്കുക, ഇവിടെ തിരുവെഴുത്ത് പറയുന്നു, നാം പാപത്തിൻ്റെ മോചനത്തിനായിട്ട് നാം മാനസാന്തരപ്പെടുക, യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുക. ഹല്ലേലൂയ. സ്നാനപ്പെടുന്നത് വേറെ ഏതെങ്കിലും കാര്യം സാധിക്കാനല്ല, അത് യേശുക്രിസ്തുവിനോട് ചേരാനാണ്. ഹല്ലേലൂയ. പാവമനുഷ്യൻ, ആ പാവമനുഷ്യനെ കുഴിച്ചിടുന്നു. അവൻ പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ്റെ പുതുക്കത്തിൽ പിതാവിൻ്റെ മഹിമയ്ക്കായി ജീവിച്ചെഴുന്നേൽക്കേണ്ടതിന് അവന് പരിശുദ്ധാത്മാവെന്ന ദാനത്തെ വ്യക്തമായി ലഭിക്കുന്ന അടയാളമായിട്ട് അവൻ സ്നാനത്താൽ യേശുവിനോട് ചേരുകയാണ്. എന്നെ കേൾക്കുന്ന ദേശമേ ഓർക്കണമേ, ഒന്നാമത്തെ മനുഷ്യന് പരിശുദ്ധാത്മാവ് നഷ്ടമായെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അനുസരണ നിമിത്തം, അനുസരണക്കേടിനാൽ നഷ്ടമായ പരിശുദ്ധാത്മാവിനെ ദൈവം മനുഷ്യന് ദാനമായി നൽകുന്നു. അതിനെന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവത്തിന് മാത്രം ഉണ്ടാകുന്ന ചില മാറ്റമല്ല, മറിച്ച് അവൻ ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിയുക. ഒന്നാമതായിട്ട് അവൻ തിരിച്ചറിയുക, ഞാൻ പാപിയായൊരു മനുഷ്യൻ, പാപത്തിൻ്റെ ശിക്ഷ മരണമാണ്, നിത്യനരകമാണ് എൻ്റെ മുമ്പിലുള്ളത്. എന്നാൽ നിത്യനരകത്തിലേക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോൾ അഖിലാണ്ടത്തെ ചമച്ച എന്നെ ഒഴിവാക്കിയ എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ച് അവിടുന്ന് ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. എൻ്റെ പാപങ്ങളെ അവിടുന്ന് സ്വയം ഏറ്റെടുത്തു. ഞാൻ അനുഭവിക്കേണ്ടുന്ന പാപത്തിൻ്റെ ശിക്ഷ അവിടുന്ന് എൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. എന്നെ കേൾക്കുന്ന ദേശമേ ഓർക്കുക, ഈ രാത്രിയിൽ സുവിശേഷത്തിൻ്റെ സന്ദേശം ഞങ്ങളോട് അറിയിക്കുന്നു, മറ്റൊരുത്തനിൽ രക്ഷയില്ല. ഈ ഭൂമിയിൽ പാപത്തിൻ്റെ മോചനം ലഭിച്ച് ആത്മാവിൻ്റെയും ദേഹിയുടെയും ദേഹത്തിൻ്റെയും മോക്ഷം പ്രാപിക്കണമെങ്കിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് മാനകുലത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായി ആ മരണശിക്ഷ സ്വയം ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ച് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷകനും താങ്കൾക്ക് രക്ഷ തരാൻ വേണ്ടി ഈ ഭൂമിയിലില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് സമർപ്പിക്കാമോ ഈ ജീവിതത്തെ? ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ നാഥ, എൻ്റെ ജീവിതം ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഒന്ന് സമർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ തരുമ്പോൾ ഈ ഭൂമിയിൽ ഈ തിന്മയുടെ വഴിയിലേക്ക് നാം തിരിയുമ്പോൾ നമ്മൾ ഉപദേശിക്കാൻ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. കാര്യസ്ഥനായി പരിശുദ്ധാത്മാവിനെ കൂടെ തിരികെയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 15-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ദൈവം നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന് തരികയാണ്. ഹല്ലേലൂയ. നാം വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ നിരൂപണങ്ങൾ കൊണ്ടോ തെറ്റിപ്പോകാനിടയുള്ള വേളകളിലെല്ലാം നമ്മൾ ഉപദേശിക്കുവാൻ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കിന്നറിയാം, ഈ ലോകത്ത് മനുഷ്യർ സമാധാനമില്ല. സമ്പത്തുണ്ട്, ജോലിയുണ്ട്, നല്ല വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനമില്ല. ഹൃദയം പങ്കുവയ്ക്കാൻ ഒരു സുഹൃത്തില്ല. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. ലോകത്ത് സമാധാനത്തിന് വേണ്ടി ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് മദ്യമല്ല, മയക്കുമരുന്നല്ല, വേറെ ഒന്നുമല്ല. അത് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യവാസനഹിത. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. സ്നേഹിക്കുന്ന ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ ആർക്കും പറയാൻ പറ്റത്തില്ല കൂടെ ഇരിക്കുമെന്ന്. കാര്യം എന്താ? അവരെന്നാണ് മരിച്ചുവിടുന്ന മൺമറയുന്നതെന്ന് അവർക്കറിയത്തില്ല. എന്നാൽ യേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് ഉയർന്നിട്ട് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് അവിടത്തേക്ക് പറയാൻ കഴിയും, ഞാൻ എന്നും കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. അതേപോലെ മനുഷ്യന്റെ മുമ്പിൽ ഒരിക്കലും ഉത്തരമില്ലാത്തൊരു ചോദ്യമായി അവശേഷിക്കുകയാണ്, മരണത്തിന് ശേഷം എന്താണ്? മരണത്തിന് ശേഷം എങ്ങോട്ട് പോകും? എന്നാൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു.
മാനകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അവിടുന്ന് കാൽവരി ക്രൂശിൽ യാഗമായി. റോമാ സാമ്രാജ്യം ഒരു തരത്തിലും ആ ശരീരം നഷ്ടപ്പെടുത്തരുതെന്ന് കരുതി ആ ശരീരം വെച്ച കല്ലറയ്ക്ക് അവർ പാറയ്ക്ക് സീൽ വെച്ചു. എന്നാൽ റോമാ സാമ്രാജ്യത്തിന്റെ ആ സീലിനെ തകർത്തുകൊണ്ട് യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. എന്നെ കേൾക്കുന്ന ദേശമേ ഓർക്കുക, മരണത്തിനപ്പുറം എന്ത് എന്ന് ഒരു ചിന്ത താങ്കളെ ഭരിക്കുന്നുവെങ്കിൽ ഓർക്കുക, മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരുവനുണ്ട്. അത് നസ്രായനായ യേശു ക്രിസ്തുവാ. ആ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ കൊടുത്ത് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ താങ്കൾ തയ്യാറാകുന്നുവെങ്കിൽ മരണം താങ്കളുടെ അവസാനമല്ല. പ്രത്യുത മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ യേശു ക്രിസ്തു ഒന്നാമത്തെ മനുഷ്യൻ നഷ്ടപ്പെട്ട തേജസ്സുള്ള ശരീരം പ്രാപിച്ചതുപോലെ തനിക്കായി കാത്തിരിക്കുന്ന ഭക്തന്മാരെ ചേർക്കുവാൻ യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ ഈ ബലഹീനവും ക്ഷയം ബാധിച്ചതുമൊക്കെ ഈ ശരീരം വിട്ട് നാം തേജസ്സുള്ളൊരു ശരീരം പ്രാപിച്ച് കർത്താവിനോട് അനുരൂപരാകും. അവിടെ നമുക്ക് വെല്ലുവിളിക്കുവാൻ കഴിയും, ഹേ മരണമേ നിന്റെ ജയം എവിടെ? എന്നെ കേൾക്കുന്ന ദേശമേ ഓർക്കുക, മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും പാവമോചനെ സ്വീകരിച്ച് ജീവിതം സമർപ്പിച്ച് അനുഗമിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ താങ്കൾക്ക് മരണം ഒരു നഷ്ടമല്ല, താങ്കളുടെ മരണം ഒരു ലാഭമായി മാറുകയാണ്. ഹല്ലേലൂയ. ഞാനൊരു യാഥാർത്ഥ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. നമ്മൾ നല്ല മനസാക്ഷിയുള്ള മനുഷ്യനാണ്, ആർക്കും ഒരു കുഴപ്പവും ചെയ്യുന്നില്ല, നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. നമുക്ക് പോകേണ്ടത് എറണാകുളത്തോട്ടാണ്. നമ്മൾ നേരെ കയറിയിരുന്നത് തിരുനെൽവേലിക്ക് പോകുന്ന ട്രെയിനിലാണ്. നല്ല മനസാക്ഷി, ആർക്കും ഒരു കുഴപ്പവും ചെയ്യുന്നില്ല, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നു. പോകേണ്ടത് എറണാകുളത്തേക്കാണ്, കയറിയത് തിരുനെൽവേലിയിലെ ട്രെയിനിലാണ്. ഒരിക്കലും എറണാകുളത്തെത്തത്തില്ല. എറണാകുളത്തെത്തണമെങ്കിൽ എറണാകുളത്തേക്കുള്ള ട്രെയിനിൽ കയറിയേ പറ്റൂ. മനസാക്ഷി കൊണ്ട് ട്രെയിനിൻ്റെ ദിശ മാറത്തില്ല, സൽപ്രവൃത്തികൾ കൊണ്ട് ട്രെയിനിൻ്റെ ദിശ മാറത്തില്ല. അതേപോലെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അഖിലാണ്ടത്തെ ചമച്ച ദൈവത്തെ മനുഷ്യൻ ദൂരെ നിന്ന് ദൈവമേ ദൈവമേ എന്ന് ഭയത്തോടെ വിളിക്കുന്ന സ്ഥാനത്ത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ പരിശുദ്ധാത്മാവിനെ ദാനമായി ലഭിക്കുന്നവർക്ക് ദൈവത്തെ വിളിക്കാൻ കഴിയും, അപ്പാ പിതാവേ. ഹല്ലേലൂയ. അഖിലാണ്ടത്തെ ചമച്ച ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ്. അവിടെയാണ് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ യേശുവിനെ രക്ഷകനും കർത്താവും പാവമോചനമായിട്ട് സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ മരണയടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിച്ച് സ്നാനത്താൽ യേശുവിൻ്റെ മരണവും അടക്കവും പുനരുത്ഥാനവും എനിക്ക് വേണ്ടിയായിരുന്നു പ്രഖ്യാപിക്കുന്നവന് ഒന്നാമത്തെ മനുഷ്യൻ നഷ്ടമായ പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അവനെ ദൈവം എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ച് ഇപ്പോൾ സ്വർഗസ്ഥലത്തിരുത്തിയിരിക്കുന്നു. ഒന്നാമത്തെ മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തിലൂടെ പരിശുദ്ധാത്മാവിനെ തന്ന് സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറ്റുവാൻ ഇതാ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊള്ളുവിൻ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് സ്വസ്ഥാനങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാമോ? ദേശമേ, അകത്തോട്ട് വലിക്കുന്നൊരു ശ്വാസം പുറത്തോട്ട് വന്നില്ലെങ്കിൽ നാം പിന്നെ നിത്യതയില്ല. നമ്മുടെ നിത്യത അധിക ദീർഘവർഷങ്ങളൊന്നുമല്ല. അകത്തോട്ട് വലിക്കുന്ന ശ്വാസം പുറത്തോട്ട് വന്നില്ലെങ്കിൽ നിത്യതയാ. ഒന്നുകിൽ നിത്യമരണം അല്ലെങ്കിൽ നിത്യജീവൻ. യേശുവിനെ സ്വീകരിച്ചാൽ, പാപമോചകനെ സ്വീകരിച്ചാൽ നിത്യജീവനിലേക്കുള്ള വഴി തുറക്കുകയാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പൻ. മോദമേഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏക
ജാതനാമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. ജാതനാമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ അതു. ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാനതു. ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവായി സ്നേഹ വാപിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തെന്നിൽ ആശ്ചര്യമേറിടുന്നു. സ്നേഹ വാപിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തെന്നിൽ ആശ്ചര്യമേറിടുന്നു. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതുല്യമഹോ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധം ആർക്കു ചിന്തിച്ചറിയാം. യാവതില്ലേ അതിൻ ആഴമളന്നിടാൻ എത്ര ബഹുലമത്. യാവതില്ലേ അതിനാഴമളന്നിടാൻ എത്ര ബഹുലമത്. ഹല്ലേലൂയ. നിങ്ങളെ കേൾക്കുന്ന ദേശമേ, ഒരു നിമിഷം ഹല്ലേലൂയ സ്വർഗ മഹിമ വെടിഞ്ഞ് ഭൂമിയിലേക്ക് എന്നെ നിങ്ങളെ രക്ഷിക്കുവാൻ ഇറങ്ങി വന്ന പ്രാണപ്രിയൻ ഒന്ന് സമർപ്പിക്കാമോ? പാപിയായിരുന്ന എന്നെ തേടി വന്ന അരുമനാഥ, ഈ രാത്രിയിൽ അങ്ങ് സ്വർഗമഹത്വം വെടിഞ്ഞ് എനിക്ക് വേണ്ടി വന്നെങ്കിൽ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. ഒരു വേള ഇങ്ങനെ ചിന്തിക്കുക, എങ്ങനെയാണ് യേശു എൻ്റെ പാപം മോചിപ്പിക്കുന്നത്? ഞാൻ ഉദാഹരണം പറയാം. നമുക്കടുത്തുള്ള കടയിൽ ഒരു കടം കൊടുക്കാനിരിക്കട്ടെ, ഒരു 5000 രൂപ കൊടുക്കാനുള്ള പ്രാപ്തി എനിക്കില്ല. എൻ്റെ സുഹൃത്ത് അത് അറിഞ്ഞു, അദ്ദേഹം ഇവിടെ എത്തി 5000 രൂപ ഇവിടെ കൊടുത്തു. പിറ്റേന്ന് ഞാൻ ആ വഴി വരുമ്പോൾ ആ കടയുടമ പറയുകയാണ്, താങ്കൾ തരുവാനുള്ള കടം താങ്കളുടെ സ്നേഹിതൻ ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറയുന്നു, എനിക്ക് അധ്വാനിക്കാനുള്ള ആരോഗ്യമുണ്ട്, അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്, ആഭിജാത്യമുണ്ട്, എൻ്റെ പണം ആരും തരണ്ട എന്ന് പറഞ്ഞാൽ ആ പണം ഇവിടെ ഉള്ളപ്പോൾ തന്നെ എൻ്റെ കടം മോചിപ്പിക്കുകയില്ല. എന്നാൽ മറിച്ച് ഞാൻ ഇങ്ങനെ പറയുന്നതിരിക്കട്ടെ, എൻ്റെ സുഹൃത്താണ് വന്നത്, എനിക്ക് തരാൻ പ്രാപ്തിയില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം തന്നത്, അതെൻ്റെ കടമായി, എൻ്റെ ആ കടം വീട്ടുവാൻ നിങ്ങളത് വരവ് വയ്ക്കണമെന്ന് പറയുമ്പോൾ ആ പണം കൊണ്ട് അവിടുത്തെ താങ്കളുടെ കടം മാറും. അതേപോലെ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെ മോചിപ്പിക്കുവാൻ യേശു ക്രിസ്തു ഇതാ ക്രൂശിതനായി ഇന്ന് നിൽക്കുകയാ. അവിടുത്തെ ശരീരം താങ്കൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു, അവിടുത്തെ അവസാന തുള്ളി താങ്കൾക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടു. ഒന്ന് ഏറ്റു പറയാമോ? യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങന്റെ പാപമോചകൻ, അങ്ങന്റെ രക്ഷകൻ, അങ്ങന്റെ കർത്താവ്, ഞാൻ എൻ്റെ ജീവിതത്തെ അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാ. ഈ ശബ്ദപരിധിയിൽ ഈ വചനം കേൾക്കുന്ന എല്ലാ ജനത്തെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാ. അവിടുത്തെ വചനം ഈ ദിവസങ്ങൾ ഈ ദേശത്തോട് സംസാരിക്കണമേ. സ്വപ്നങ്ങളുടെ, അനുഭവങ്ങളുടെ, ദർശനങ്ങളുടെ അവരുടെ ഹൃദയത്തോടെ ഇടപെടണമേ കർത്താവേ. നിത്യനരകത്തിന്റെ വഴിയിൽ നിന്ന് അനേകർ നിത്യരാജ്യത്തിന്റെ വഴിയിലേക്ക് നീങ്ങുവാൻ പ്രാണപ്രിയ അങ്ങ് അവരുടെ സംസാരിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും തീരുമാനമെടുക്കുന്നുവെങ്കിൽ അവർക്ക് മുമ്പോട്ടൊന്ന് കടന്നു വരാം. രക്ഷാവാചകം ഏറ്റു പറയാം. യേശുവേ, അങ്ങേ ഞാൻ എൻ്റെ രക്ഷകനും കർത്താവും പാപമോചനം സ്വീകരിക്കുന്നു, എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കരുണാമയനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ ഈ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വാർദ്ധക്യത്തിലേക്ക് ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു.
ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ജോലിയിലും യാത്രയിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. വാഹനം ഓടിപ്പിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. വ്യവസായങ്ങളിലായിരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ സമാധാനം അവർ പ്രാപിക്കട്ടെ. അങ്ങേ അറിയുവാൻ അങ്ങിടയാക്കുന്ന നാളുകൾക്ക് ഞങ്ങളെ വാഴ്ത്തുന്നു. ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ നന്ദി, എല്ലാ മഹത്വം ഓർന്നെടുക്കാൻ നന്ദി. ഒരുമിച്ച് ഞങ്ങളൊക്കെ നന്ദി കരയറ്റുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജന്മിച്ച യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ശ്രേഷ്ഠ ദൈവദാസന്മാർക്കും ദൈവസഭയ്ക്കും കടന്നു വന്ന എല്ലാ സൗരങ്ങൾക്കും സ്നേഹവും വന്ദനവും. കർത്താവിൻ്റെ വരവ് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.